ബേസ് ക്യാമ്പിൻ്റെ സ്ഥലം എത്തി. അവിടെ എത്തിയതിന് ശേഷം ബേസ് ക്യാമ്പ് എവിടെയാണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഫുൾ കല്ലൊക്കെ ഇടിഞ്ഞിങ്ങനെ വീണ് കിടക്കുക ലാൻഡ് സൈഡ് പോലെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് റൂട്ട് ഞങ്ങൾ ഉണ്ടാക്കി തന്നെ വേണം പോകാൻ. കയറാൻ ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. കാറ്റും പിന്നെ നമുക്ക് ഓക്സിജൻ കിട്ടാത്തതിൻ്റെ പാടും പിന്നെ എൻ്റെ കയ്യിലെ വെള്ളമൊക്കെ തീർന്ന്. അങ്ങനെ വരുന്ന വഴിക്ക് എനിക്ക് നല്ല പോലെ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. തലവേദന പറഞ്ഞാൽ തല പൊട്ടുന്നൊരു വേദന. ഇവിടെ നിൽക്കും തോറും എൻ്റെ ലൈഫിന് ആപത്താണ്, AMS വന്ന പണി കിട്ടും. ഗൈഡിനോട് പറയുമ്പോൾ ഗൈഡ് പറഞ്ഞ് ആ റൂട്ട് ഇപ്പം ആരും പോകലില്ല, നിങ്ങൾ അങ്ങോട്ട് പോയാൽ ആരും കാണത്തില്ല. ആ വില്ലേജിൽ ഇപ്പം പോകുന്ന ആൾക്കാരൊക്കെ ഓരോ ദുർമരണത്തിൽ മരിച്ചു പോകാമെന്ന് കേൾക്കുന്ന കേട്ട്. നമ്മളും അബദ്ധത്തിൽ ആ വില്ലേജിൽ പോയാൽ നമ്മൾ ദുർമരണം കൊണ്ട് നമ്മൾ മരിച്ചു എന്നൊക്കെ ഞങ്ങളുടെ ഗൈഡ് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. അങ്ങനെ 6ാമത്തെ ദിവസമായി. ഞങ്ങളുടെ അടുത്ത സ്പോട്ട് വന്ന് ഫെറീച്ചയായിരുന്നു. അപ്പോൾ ഫെറീച്ചയിലോട്ട് പോകുന്ന വഴിക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നനവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ട്രക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, ചെളിയൊക്കെ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഫെറീച്ചയിലോട്ട് പോകുന്ന വഴിക്കാണ് അമ്മാഡബിളം മൗണ്ടൻ കാണാൻ പറ്റുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല, ഫോഗ് മൂടിയിട്ട് ഒന്നും വിസിബിളും ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ സ്പോട്ട് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് പാലും ഓട്സും ഒക്കെ ആയിരുന്നു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആ കയറിയ ഹോം സ്റ്റേൻ്റെ അകത്ത് അമ്മാഡബിളം ബേസ് ക്യാമ്പും അമ്മാഡബിളം മൗണ്ടന് സമ്മിറ്റ് അടിച്ച ഒരാൾക്കാരുടെയൊക്കെ പേരും ഫോട്ടോസും ഒപ്പൊക്കെ കണ്ട്. പിന്നെ ഞങ്ങൾ മാപ്പ് നോക്കിയപ്പം അവിടുന്ന് വരും 2 മണിക്കൂറുള്ളൂ അമ്മാഡബിളം ബേസ് ക്യാമ്പ്. ഞങ്ങളുടെ പാക്കേജിലും ഐറ്റിനറിയിലും അതില്ല. എനിക്കാണെങ്കിൽ പോകാനൊരു ആഗ്രഹം വന്ന് ഞാൻ സൂരജിനും സംയുക്തരും പറഞ്ഞു. ഇവർ ഓൾറെഡി ട്രക്കേഴ്സ് ആയതുകൊണ്ട് അവർക്കും ഇൻട്രസ്റ്റ് വന്ന്. അപ്പോൾ ഞങ്ങൾ 3 പേരും പോയാലോ വിചാരിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ടീം മെമ്പേഴ്സ് എന്തായാലും വരില്ല. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഗൈഡിനോട് പറയുമ്പോൾ ഗൈഡ് പറഞ്ഞ് ആ റൂട്ട് ഇപ്പം ആരും പോകലില്ല, നിങ്ങൾ അങ്ങോട്ട് പോയാൽ ആരും കാണത്തില്ല. അപ്പം ഞാൻ ഒരിക്കലും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യില്ല, നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പോകാമെന്നും ഗൈഡ് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. 2 മണിക്കൂറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ 4 മണിക്കൂർ ആവുള്ളൂ. എന്തായാലും ഫെറീച്ച ഉച്ചയാകുമ്പോൾ എത്തും, ടൈം ഉണ്ടല്ലോ, ഞങ്ങൾ പോകാൻ പ്ലാനിട്ട്. പക്ഷേ ഞങ്ങൾ ടീം മെമ്പേഴ്സ് സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ടീം മെമ്പേഴ്സ് പറയുന്നത് ഒക്കെ നല്ല പ്രായമുള്ള ആൾക്കാരായിരുന്നു, ആരും സമ്മതിക്കുന്നില്ല. പിന്നെ ഇവരോട് കച്ചറുണ്ടാക്കിയിട്ട് ഇത്രയും ദിവസം ഇനിയും ട്രക്ക് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അവരോടൊപ്പം തന്നെ പോകാൻ ഞങ്ങൾ മൈൻഡിൽ ഞങ്ങൾ പിന്നെ പോയി. പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഫെറീച്ച എത്തി നല്ലൊരു ഹോം സ്റ്റേ തന്നെയായിരുന്നു ഫെറീച്ചയിൽ ഞങ്ങൾ സ്റ്റേ അടിച്ചത്. എത്തിപാട് ലഞ്ചായിട്ട് ഞങ്ങൾ കഴിച്ചത് മാക്രോണി ആയിരുന്നു. മാക്രോണിയൊക്കെ ലഞ്ചൊക്കെ ആയിട്ട് കഴിച്ച് ഇനി ഞങ്ങൾ നാളത്തെ ദിവസവും ഇന്നത്തെ ദിവസവും അവിടെ തന്നെ ഹോൾട്ട് ചെയ്യണം. 4300 സംതിങ് ആണ് ഓൾട്ടിറ്റ്യൂഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി അക്ലമറ്റൈസേഷൻ ആവാൻ വേണ്ടി നമ്മൾ അവിടെ തന്നെ ഹോൾട്ടിങ് ആയിരുന്നു അവിടെ നമ്മുടെ ഈ പ്ലാൻ. അപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ചയൊക്കെ കഴിഞ്ഞ് ഒന്ന് ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും സ്കൈയൊക്കെ ഒന്ന് വിസിബിളായി. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പം വേറൊരു ഹോം സ്റ്റേയിൽ കുറച്ച് മലയാളീസിനെ കണ്ട്. നോക്കുമ്പം ഷെയ്ഖ് ഹസീൻ ഖാൻ, നമ്മുടെ കേരളത്തിലെ 7 സബ്മിറ്റ് ചെയ്ത ഷെയ്ഖ് ഹസീൻ ഖാൻ്റെ ടീമിനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ട്. വളരെ അപ്രത്യക്ഷമായിട്ടാണ് അവരെ കാണുന്നത്. ഞങ്ങൾ കാണുകയും പിന്നെ എൻ്റെ കൂട്ടത്തിലുള്ള നോർത്ത് ഇന്ത്യൻസിന് ഷെയ്ഖ് ഹസീനെ അറിയില്ല, ബട്ട് ഷെയ്ഖ് ഹസീൻ ചെയ്ത പ്രവൃത്തി അനുസരിച്ച് ഞാൻ അവരൊക്കെ പരിചയപ്പെടുത്തി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്തി. ഞങ്ങളങ്ങനെ മീറ്റൊക്കെ ചെയ്ത് രാത്രിയൊക്കെ ആയി. പിന്നെ പിറ്റേ ദിവസമായി ഷെയ്ഖ് ഹസീനും ടീമും ഞങ്ങൾക്ക് മുന്നേ പോയി. ഞങ്ങൾ അവിടെ തന്നെ ഹോൾട്ടിങ് ആയിരുന്നു. ഞങ്ങൾക്ക് അന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അതിന് തൊട്ടടുത്തുള്ള നാഗാർജുന പീക്ക് കഴിഞ്ഞൊരു പീക്ക് കയറാൻ വേണ്ടിയായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കയറാൻ പ്ലാൻ ഇട്ടില്ല. കൂട്ടത്തിൽ താപ്പിലൊരു മാത്രം കയറിയാൽ മതി എന്ന് പറഞ്ഞു, നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ആവാൻ വേണ്ടി. ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞങ്ങളും കയറാൻ വേണ്ടി പ്ലാൻ ഇട്ട് ഞങ്ങളും ഞങ്ങളുടെ ടീം എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് കയറുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കയറുന്ന വഴിക്ക് പകുതിയൊക്കെ ആയപ്പോൾ ഭയങ്കര ട്രക്കിങ് ഭയങ്കര പാടായിരുന്നു. കാരണം സ്റ്റീപ്പായിരുന്നു ആ ഒരു മൗണ്ടെയിൻ എന്ന് പറയുന്നത്. പകുതിയൊക്കെ ആയി ഞങ്ങൾ ഇരുന്നിരുന്ന് അങ്ങനെ പോകുന്നത്. അങ്ങനെ ഇരുന്നിരുന്ന് പോയപ്പോൾ ഫെറീച്ചേൻ്റെ മൗണ്ടെയിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു വില്ലേജ് ഉണ്ട്. ഒരു മൗണ്ടെയിൻ്റെ മേളിൽ നിന്ന് ആ ഒരു വില്ലേജിന് ഫുൾ വ്യൂ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാം. ആ വില്ലേജിൻ്റെ പേരാണ് ഡിംഗ്ബോച്ചെ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈഡിനോട് ഞങ്ങൾ ചോദിച്ചു ആ വില്ലേജിനെ പറ്റി. അപ്പോഴാണ് ഗൈഡ് വരുന്നത് മിത്താണെന്നും പറയുന്നത് ഒറിജിനലാണെന്നും പറയുന്നത്. ആ ഡിംഗ്ബോച്ചെ എന്ന വില്ലേജ് ഇപ്പം ഫുള്ളി ക്ലോസ് ആക്കിയിട്ടേക്കാണ്. എന്തോ ചില ടൈമിൽ മാത്രമേ ആ വില്ലേജ് തുറക്കുള്ളൂ. ആ വില്ലേജിൽ ഇപ്പം പോകുന്ന ആൾക്കാരൊക്കെ ഓരോ ദുർമരണത്തിൽ മരിച്ചു പോകാമെന്ന് കേൾക്കുന്ന കേട്ട്. നമ്മളും അബദ്ധത്തിൽ ആ വില്ലേജിൽ പോയാൽ നമ്മൾ ദുർമരണം കൊണ്ട് നമ്മൾ മരിച്ചു എന്നൊക്കെ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ ഓരോന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. പിന്നെ ഞങ്ങൾ ആ വഴിക്കേ പോകാനൊന്നുമില്ല. നാഗാർജുന പീക്ക് ഞങ്ങൾ സബ്മിറ്റ് അടിക്കാൻ വേണ്ടി പോയി. അത് ഭയങ്കര ടഫ് തന്നെയായിരുന്നു. ഒന്നാമത് ഭയങ്കര സ്റ്റീപ്പ്, പിന്നെ ഭയങ്കര കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സബ്മിറ്റ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേയൊക്കെ മാക്സിമം കയറി ചെറിയ ചെറിയ അമ്പലം പോലത്തെ ഒരു സെറ്റപ്പ് കാണാം. എന്നുവെച്ചാൽ ഒരു
കുടിൽ പോലെ ചെറിയൊരു സെറ്റപ്പ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയത്. അതൊക്കെ ഞങ്ങൾ കണ്ട് അങ്ങനെ പകുതി ഞങ്ങൾ എങ്ങനെയൊക്കെയോ കയറി. കയറാൻ ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. കാറ്റും പിന്നെ നമുക്ക് ഓക്സിജൻ കിട്ടാത്തതിൻ്റെ പാടും പിന്നെ എൻ്റെ കയ്യിലെ വെള്ളമൊക്കെ തീർന്ന്. പിന്നെ ഞങ്ങൾ പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ തിരിച്ചിറങ്ങാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ച്. നാഗാർജുന പീക്ക് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 70% വരെ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി. പിന്നെ ഞാൻ തിരിച്ചിറങ്ങി. തീരെ എനിക്ക് വലിവ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഓക്സിജൻ്റെ സീൻ കാരണം. പിന്നെ തിരിച്ചിറങ്ങി ഹോം സ്റ്റേ എത്തി, റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അവിടെ തന്നെ ഞങ്ങൾ റെസ്റ്റ് എടുക്കുമായിരുന്നു ഫെറീച്ചയിൽ. ഞങ്ങളുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ലൊബൂച്ച കഴിഞ്ഞൊരു വില്ലേജിലോട്ടായിരുന്നു. ലൊബൂച്ച കഴിഞ്ഞാൽ പിന്നെ ഗോരക്ഷേപ്പ്, പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എത്താൻ വേണ്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും ലൊബൂച്ചയോട് ട്രക്ക് ചെയ്യുകയാണ്. ഫെറീച്ച എത്തിയതിന് ശേഷം ഓൾട്ടിറ്റ്യൂഡ് കൂടി 4500-600 ആ ഒരു റേഞ്ചായി. അതിനുശേഷം ഭയങ്കര ടാസ്ക് തന്നെയായി നമുക്ക് ട്രക്ക് ചെയ്യാൻ വേണ്ടി. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് പോർട്ടർമാരുള്ളതുകൊണ്ട് ലഗേജ് ഞങ്ങൾ ചുമക്കുന്നില്ല. അതുകൊണ്ട് മാത്രം വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു ലഗേജ് ചുമക്കാത്തതുകൊണ്ട്. എന്നാൽ പോലും ചെറിയൊരു ബാഗായിരുന്നു ഞാൻ ക്യാരി ചെയ്യുന്നത്. വെള്ളവും പിന്നെ ചെറിയ സ്നാക്സ് ഐറ്റംസും ഫോണും ചാർജറും പവർ ബാങ്കൊക്കെ ചെറിയൊരു ബാഗ്. പിന്നെ ചെറിയൊരു മൗണ്ടൻ ആണെങ്കിൽ പോലും നമുക്ക് കയറാൻ ഭയങ്കര ടാസ്ക്കാണ്, ഭയങ്കര വലിവാണ്. കാരണം ഓക്സിജൻ ഇല്ല. പിന്നെ അതൊരു ഡ്രൈ ലാൻഡ് പോലത്തെ ഒരു ഏരിയ ആയിരുന്നു. അങ്ങനെ ഒരു മരങ്ങളോ ഫോറസ്റ്റോ കാര്യങ്ങളോ ഇനി അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നിട്ടുമില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ പയ്യെ ട്രക്കൊക്കെ ചെയ്ത് ഞങ്ങളുടെ കൂട്ടത്തിലാണ് 2-3 പേര് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂ കാരണം, ഏജായ കുറച്ച് പേരൊക്കെ. അങ്ങനെ ഞങ്ങൾ പറ്റുന്ന കുറച്ച് പേര് ഞങ്ങൾ ഇങ്ങനെ എത്തി. തുക്ല എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്ഥലത്തെത്തി. അവിടെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ലൊബൂച്ച എത്തിയ കുറച്ച് മുന്നേ സ്ഥലം. അങ്ങനെ പോകാൻ സ്ഥലത്താണ് വേറെ സ്ഥലം എത്തിയത്. ആ സ്ഥലത്തിൻ്റെ പേരാണ് മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പോൾ മെമ്മോറിയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പും അതിന് തൊട്ടടുത്തല്ല ഓരോ പീക്കുകളും ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന ആൾക്കാർ കയറാൻ ശ്രമിച്ചിട്ട് പിന്നെ കയറി തിരിച്ചിറങ്ങുമ്പോഴും ഒക്കെ മരിച്ചു പോയിട്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ട് പണിഞ്ഞ സ്ഥലമാണ് ഈ മെമ്മോറിയൽ. അപ്പം അവരുടെ ഫാമിലി മെമ്പേഴ്സാണ് ഈ സ്ഥലം പണിഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് ലോകത്തു നിന്ന് പല ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരുടെ മെമ്മോറിയൽ കാണാം. അതിൽ ഒരു മെമ്മോറിയൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഒരു മൗണ്ടൻ ഇന്ത്യത്തെ ആൾക്കാർ കയറാൻ ശ്രമിച്ചിട്ട് ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്ത കഥ വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കഥകളുണ്ട് ആ മെമ്മോറിയൽ കഴിഞ്ഞ സ്ഥലത്ത്. അതൊക്കെ കണ്ട് ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ലൊബൂച്ചിലോട്ട് ട്രക്ക് ചെയ്ത്. ലൊബൂച്ചിലോട്ട് പോകുന്ന വഴി ഇതേപോലെ ഫുൾ ഡ്രൈ ലാൻഡ്. ട്രക്കിംഗ് എന്ന് പറയാൻ നിരപ്പായ റോഡായിരുന്നു. പക്ഷെ നമുക്ക് ട്രക്ക് ചെയ്യാൻ ഭയങ്കര പണി. കാരണം ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് മെയിൻ ഇഷ്യൂ കാരണം നമ്മൾ വെള്ളം കുടിക്കും, ഇരിക്കും, 5 മിനിറ്റ് ട്രക്ക് ചെയ്യും, 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും. അങ്ങനെ ട്രക്കൊക്കെ ചെയ്ത് നമ്മൾ ലൊബൂച്ച എത്താനായി. ആ സമയത്ത് ഞാനും നാസിയും ആയിരുന്നു ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ബാക്കിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ എങ്ങനെയും ഹോം സ്റ്റേ എത്തിക്കിട്ടിയാൽ മതി ആ ഒറ്റ മൈൻഡായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ലൊബൂച്ച എത്തിയപ്പോൾ ഞങ്ങളുടെ ഹോം സ്റ്റേൻ്റെ പേര് പറഞ്ഞെങ്കിലും തപ്പി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആ വില്ലേജൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് യാക്കിനൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ അവിടെ കണ്ട്. അവിടെ ഇഷ്ടം പോലെ യാക്കും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. യാക്കിനൊക്കെ കണ്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഗൈഡ് വന്ന് ഞങ്ങൾ നേരെ ഹോം സ്റ്റേയിലേക്ക് കയറി. എനിക്ക് എങ്ങനെയും ഉറങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ ഉറങ്ങാൻ നിന്നപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞ് ഉറങ്ങാൻ പാടില്ല, ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ അഡാപ്റ്റ് ആവണം, അപ്പോൾ ഉറങ്ങിപ്പോയാൽ ബോഡിക്ക് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും ഉണർന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണർന്ന് നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തലയൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങി ഈ ഭാഗമൊക്കെ ആയിട്ട്. പിന്നെ ഗൈഡ് ഒരു നല്ലപോലെ വെള്ളം കുടിച്ചാൽ മതിയൊക്കെ പറഞ്ഞ് നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ പിന്നെ കടന്നുറങ്ങി. രാത്രിയൊക്കെ ആയപ്പോൾ എണീറ്റ് പിന്നെയും എങ്ങനെയോ കടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെയായി. ഇനി അടുത്ത സ്പോട്ട് ഞങ്ങൾ ഗോരക്ഷേപ്പാണ്. ഇനി അങ്ങോട്ടേക്ക് ഒറ്റ വില്ലേജേ ഉള്ളൂ. ലൊബൂച്ചയിൽ നിന്ന് ഗോരക്ഷേപ്പ്, പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റിന് വരുന്നത് ഓഗസ്റ്റ് 14 നാളെയാണ് ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഗോരക്ഷേപ്പ് എത്തും. വെറും 3 കിലോമീറ്ററൊക്കെ ഉള്ളൂ ലൊബൂച്ചയിൽ നിന്ന് ഗോരക്ഷേപ്പ്. പക്ഷേ ട്രക്ക് ചെയ്യാൻ ഭയങ്കര പണി തന്നെയായിരുന്നു. ഓൾട്ടിറ്റ്യൂഡ് അത്രയും ഹൈ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അതേപോലെ തന്നെ രാവിലെ എണീറ്റ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ട്രക്ക് ചെയ്ത് ലൊബൂച്ചേൻ്റെയും ഗോരക്ഷേപ്പ് എത്തിന് പകുതി വരെ റൂട്ടായി. പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ളും ലാൻഡ് സ്ലൈഡ് വന്ന് കിടക്കുമായിരുന്നു. അതിനിടയ്ക്ക് ചെറിയ പാലൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് പോകാൻ വേണ്ടി. അതുപോലെ തന്നെ ഗോഡകൾ, ഈ സാധനം ചുമക്കുന്നത് ഈ ഗോഡകളായിരുന്നു അവിടെയൊക്കെ, അത് ഈ പോട്ടർമാർ. അപ്പോൾ ഈ ഗോഡകളൊക്കെ ഞങ്ങൾ പോകുന്ന റൂട്ടിലൂടെയൊക്കെ ഞങ്ങൾ സഞ്ചരിച്ച് അവസാനം ഗോരക്ഷേപ്പ് എത്തി. ഗോരക്ഷേപ്പ് എത്തിയപ്പോൾ ചെറിയൊരു വില്ലേജ് ആയിരുന്നു. ഒരു 10 ഹോം സ്റ്റേ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ അവിടെ. ഭയങ്കര ഒരു പ്ലെയിൻ ഏരിയയും ചുറ്റും. തൊട്ട് മുന്നിൽ നമുക്ക് കുറേ മൗണ്ടൻസൊക്കെ കാണാം, വലിയ നുപ്സയും ഒക്കെ പോലെ അങ്ങനത്തെ മൗണ്ടൻസ് നമുക്ക് കാണാം. അവിടെയൊക്കെ ലാൻഡ് സ്ലൈഡൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കാണും ചെയ്യാം. നല്ല ഒച്ചയൊക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കാം ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഉച്ചയൊക്കെ നമ്മൾ ഗോരക്ഷേപ്പ് എത്തി. അവിടെ ലഞ്ചൊക്കെ കഴിച്ച്
ഇത്രയും ദിവസമായിട്ട് വീട്ടിലേക്ക് വിളിച്ചില്ല, ഫോണിൽ റേഞ്ച് ഇല്ല, പുറലോകം യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ കണക്ക് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരു ലോസ്റ്റ് പോലെ നമ്മൾ അപ്പോഴാണ് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വീട്ടുകാരൊക്കെ ഓർമ്മ വരുമല്ലോ. അങ്ങനെയൊക്കെ ഇരുന്ന് അവസാനം ടീമും കാര്യങ്ങളൊക്കെ വന്ന് എനർജിയൊക്കെ ഫുൾ ഡ്രെയിൻ ഔട്ടായി. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് കലാപത്താർ കയറാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടത്. കലാപത്താർ എന്ന് പറയുന്നത് ഒരു മലയായിരുന്നു. മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം കുറേ പേര് കലാപത്താർ സബ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കലാപത്താർ കയറാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ ടീം മെമ്പേഴ്സിന് ആർക്കും കലാപത്താർ മൗണ്ടൻ അറിയില്ല. അപ്പോൾ അവരാരും വരുന്നുണ്ടായിരുന്നില്ല. ഗൈഡ് വേണം വരാൻ കൊണ്ടുപോകാൻ റെഡിയായിരുന്നു, ഇങ്ങനെ ഗൈഡ് റെഡിയായിരുന്നു. പിന്നെ എനിക്കും വയ്യ, ടീം മെമ്പേഴ്സിനും വയ്യ, എങ്ങനെയൊന്നും കടന്നാൽ മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആരും കലാപത്താർ പോകാൻ നിന്നില്ല. ഗോരക്ഷേപത്തിൽ ഞാൻ കടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ ഫൈനൽ ഡേ ആയിരുന്നു ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലോട്ട് പോകുന്ന ലാസ്റ്റ് ഡേ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ മോർണിംഗ് ആയി, ഫുഡൊക്കെ കഴിച്ച് സൂര്യനൊക്കെ വന്ന് വരുന്നുമുണ്ട്. അപ്പോൾ മൗണ്ടനിലൊക്കെ സൂര്യ കളിക്കാൻ കാണാൻ നല്ല രസമൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും അതൊക്കെ കണ്ട് ട്രക്ക് ചെയ്ത് നല്ല പാട് തന്നെയായിരുന്നു അന്നത്തെ ദിവസവും. ഓക്സിജൻ സീനൊക്കെ കാരണം പിന്നെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു, ഫോൺ മാത്രം ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ. അങ്ങനെയൊക്കെ ഞങ്ങൾ ട്രക്ക് ചെയ്ത് രാവിലെ ആയപ്പോഴേക്കും ഞങ്ങൾ ബേസ് ക്യാമ്പിൻ്റെ സ്ഥലം എത്തി. അവിടെ എത്തിയതിന് ശേഷം ബേസ് ക്യാമ്പ് എവിടെയാണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഈ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ കണ്ട ആ ഒരു വലിയൊരു കല്ല്, എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് എഴുതിയ വലിയൊരു കല്ല് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഫോണിലൊന്നും നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഫോണിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് നേപ്പാളും ചൈനയുടെയും ബോർഡറൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. അത് തൊട്ടപ്പുറത്ത് നമുക്ക് കാണുന്ന ചൈനയാണ്. അപ്പം നമ്മൾ ഗൈഡിനൊക്കെ വെയിറ്റ് ചെയ്ത് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കഴിഞ്ഞാൽ കല്ലുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് പോകാനുള്ള സ്ഥലമൊക്കെ ഫുൾ റൂട്ടൊന്നും ഇല്ല അവിടെ. നമ്മൾ എങ്ങനെയെങ്കിലും ഇതാക്കി വേണം പോകാൻ. ഫുള്ളും കല്ലും മലയൊക്കെ താണ്ടി വേണം പോകാൻ. ഫുൾ ലാൻഡ് സൈഡൊക്കെ വന്ന് ആ ഏരിയ ഫുള്ളും ഡിസ്ട്രോയ് കിടക്കുക. ഞങ്ങൾ അവസാനം ആ കല്ല് പോലത്തെ ഏരിയ എത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊക്കെ കുറച്ച് നാളും കൂടി ആ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഞാൻ ഏരിയ ഉണ്ടാവുള്ളൂ. ഈ ലാൻഡ് സൈഡൊക്കെ കാരണം സ്ഥലം ഫുള്ളും പോവും. അത് തന്നെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഇരിക്കുന്നത് കുംബു ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യറിലാണ്. നേപ്പാളിൽ തന്നെ ഏറ്റവും വലിയതും ഹയ്യസ്റ്റുമായ ഒരു ഗ്ലേഷ്യറാണ് ഈ കുംബു ഗ്ലേഷ്യർ. അതിങ്ങനെ ഒഴുക്കുണ്ട്, പക്ഷേ നമുക്ക് അങ്ങനെ കണ്ണി കാണാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഒഴുക്കാണ് ഈ കുംബു ഗ്ലേഷ്യർ. അപ്പോൾ അധികം നേരം അവിടെ നിൽക്കുന്നതും റിസ്ക് തന്നെയാണ് ഈ കുംബു ഗ്ലേഷ്യറിൻ്റെ മേളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ആ കല്ല് സ്ഥലത്ത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ടീമിൻ്റെ ഒപ്പമുള്ള ഫോട്ടോസും വീഡിയോസും സോളോ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്ത് ഞാൻ ലൈഫിൽ സെലിബ്രേറ്റ് ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മെമ്മോറബിൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ. എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ ഒരിക്കലും ആ ഡേ മറക്കില്ല. ഇൻഡിപെൻഡൻസ് ഡേ വേറൊരു രാജ്യത്ത് നേപ്പാളിൽ നമ്മുടെ ഇന്ത്യയുടെ പതാക ഉയർത്തുന്ന ഒരു മോമെൻ്റ് ഉണ്ട്. ആ ടൈമിന് നമ്മുടെ ഒരു പാട്രോട്ടിസം പറഞ്ഞാൽ വേറെ തന്നെ ഒരു വൈബ് തന്നെയായിരുന്നു. നമ്മൾ അങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേനെ അതൊക്കെ ഉയർത്തി നമ്മുടെ കൂട്ടത്തിലുള്ള മിലിറ്ററിക്കാരൊക്കെ ജനഗണമന പാട്ടൊക്കെ വെച്ച് വേറെ തന്നെ വൈബ് തന്നെയായിരുന്നു മിലിറ്ററിക്കാരും ഒക്കെ ആ ഒരു ഡേ. പിന്നീട് ഞങ്ങളെല്ലാവരും തിരിച്ചിറങ്ങാനാണ് ഞങ്ങളുടെ പ്ലാന്. അന്നത്തെ ദിവസം ഞങ്ങൾ തിരിച്ച് കുറേ ദൂരം നമ്മൾ ട്രാവൽ ചെയ്യുന്നതായിരുന്നു. ഒരു ഏകദേശം 30 കിലോമീറ്റർ ഞങ്ങൾ ട്രക്ക് ചെയ്യേണ്ട ദിവസമായിരുന്നു അന്ന്. കാരണം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്. കയറിയ പോലെ അല്ല ഇറങ്ങാൻ എളുപ്പമാണ്, നമുക്കങ്ങനെ വലിവുണ്ടാവില്ല, പക്ഷേ കുറേ ദൂരം ട്രക്ക് ചെയ്യണം. ഈ മൗണ്ട് എവറസ്റ്റ് നമുക്ക് കുറച്ച് ദൂരെയാണ് കാണുന്നത്. മൗണ്ട് എവറസ്റ്റിൻ്റെ ടിപ്പ് മാത്രം ആ ഏരിയ നമുക്ക് കാണുക. ഫുൾ ഏരിയ കാണണമെങ്കിൽ നമ്മൾ ചൈന സൈഡ് പോകണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗൈഡിനോട് ഞാൻ ചോദിച്ചു നോക്കി ഈ തൊട്ടടുത്ത് തന്നെ മൗണ്ടൻസിൻ്റെ പേരൊക്കെ. പുള്ളി നമുക്ക് എല്ലാ മൗണ്ടനും പേരൊക്കെ പറഞ്ഞു തന്നു. മൗണ്ട് പൂമാരി, മൗണ്ട് ലിങ്ക് ട്രീ, മൗണ്ട് കുംബൂജെ. ഈ കുംബൂജെ വരുന്നത് ചൈനയിലാണ് വരുന്നത്. അതുപോലെ തന്നെ മൗണ്ട് നുപ്ചയും എവറസ്റ്റൊക്കെ ഏകദേശം സെയിം ഹൈറ്റാണ്, 8000 സംതിങ് ആണ് വരുന്നത്. അതുപോലെ ഈ മൗണ്ടൻസൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് 5364 ഓൾട്ടിറ്റ്യൂഡിൻ്റെ മേളിലായിരുന്നു. 3000 ഓൾട്ടിറ്റ്യൂഡും കൂടിയ മൗണ്ട് എവറസ്റ്റ്. അത് കയറാൻ നമുക്കറിയുന്ന 70 ലക്ഷം 50 ലക്ഷം ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു നാൾ എവറസ്റ്റ് കയറാനുള്ള ആഗ്രഹത്തോടെ ഞങ്ങളെല്ലാവരും റിട്ടേൺ വരാൻ തുടങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക് എനിക്ക് നല്ലപോലെ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. തലവേദന പറഞ്ഞാൽ തല പൊട്ടുന്നൊരു വേദന, നടക്കാനും പറ്റുന്നില്ല, നമുക്ക് ഒരുമാതിരി ഇത്. പിന്നെ നമുക്ക് മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിന് അതിൽ കഴിഞ്ഞ റൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ കല്ലൊക്കെ ഇടിഞ്ഞിങ്ങനെ വീണ് കിടക്കുക ലാൻഡ് സൈഡ് പോലെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് റൂട്ട് ഞങ്ങൾ ഉണ്ടാക്കി തന്നെ വേണം പോകാൻ.
റൂട്ടൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കമ്പൊക്കെ കുത്തി വലിഞ്ഞ് പിടിച്ച് കയറി എങ്ങനെയൊക്കെ എത്തി. പിന്നെ അങ്ങനെ എത്തിയതിനു ശേഷം എനിക്കാണെങ്കിൽ തലവേദന സഹിക്കാൻ പറ്റുന്നില്ല, ട്രക്ക് ചെയ്യാനും പറ്റുന്നില്ല, എവിടെയെങ്കിലും ഇരുന്നാൽ മതി ഒരു മൈൻഡായിരുന്നു. അപ്പോൾ എന്തായാലും ഗൈഡ് വന്ന് ഞങ്ങളുടെ ബ്ലഡ് പ്രഷറൊക്കെ നോക്കുന്ന സാധനമൊക്കെ വെച്ച് എൻ്റെ കൈയൊക്കെ നോക്കി ഗൈഡ് പറഞ്ഞ് AMS ആവാനാണ് ചാൻസ്, ഇവിടെ നിൽക്കും തോറും എൻ്റെ ലൈഫിന് ആപത്താണ്, AMS വന്നാൽ പണി കിട്ടും, മാക്സിമം വെള്ളം കുടിച്ച് താഴോട്ടേക്ക് ഇറങ്ങുവാണെങ്കിൽ ഈ തലവേദന മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാലും എനിക്കൊന്ന് തലവേദന മാറി കിട്ടിയാൽ അപ്പോൾ ഭയങ്കര വേദന തന്നെയായിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന തന്നെയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ എന്നെ പിടിച്ച് അവരെ താഴോട്ടേക്ക് ഇറക്കി. ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ ഒന്നും ഫുഡും കഴിച്ചില്ലായിരുന്നു അന്നത്തെ ദിവസം, രാവിലെ ചായയും ബിസ്ക്കറ്റും മാത്രമല്ലാതെ. പിന്നെ എങ്ങനെയൊക്കെയോ എത്തി തുക്ല പറഞ്ഞ സ്പോട്ട് എത്തി ലഞ്ചിന് വേണ്ടി. തുക്ലൊക്കെ എത്തിയപ്പോഴേക്കും എൻ്റെ തലവേദന അത്യാവശ്യം ഒന്ന് മാറി. പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് വീണ്ടും ട്രക്കിങ് തുടങ്ങി. പിന്നീട് ഞങ്ങൾ ബാക്കിൽ തന്നെയായിരുന്നു വന്നുകൊണ്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്താണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ബാക്കിലൊക്കെ എത്തി കുറേ പൂവും ചെയ്യണമായിരുന്നു, ഏകദേശം 10-35 കിലോമീറ്റർ അന്നത്തെ ദിവസം കവറും ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം എത്തി. ഞങ്ങൾ വന്നതും പോയതൊന്നും ആ യതിയുടെ മൊണാസ്ട്രി ഉള്ള വഴി കൂടെ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ഗൈഡിനോടും അവിടുത്തെ ആൾക്കാരൊക്കെ ചോദിച്ചൊക്കെ പറഞ്ഞ് അത് വേറെ വഴി കൂടെയാണ് പോകുന്നത്, ലൈക്ക് നാംചെ തൊടാതെ എന്നാൽ നാംചെ എത്തുന്ന വഴി കൂടെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ റൂട്ട് എടുത്ത്. ഞാൻ റൂട്ട് എടുക്കാൻ നേരത്തും ഇതേപോലെ ഞങ്ങൾ ടീം മെമ്പേഴ്സ് ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പോകേണ്ട വഴി അറിയാത്തില്ല ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ യതിയുടെ സാധനം കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു. എൻ്റെ ഒപ്പം തന്നെയായിരുന്നു ആ സംയുക്തയും സൂരജും പിന്നെ ഒപ്പം മലയാളിയും. ഞങ്ങൾ 4 പേരും ഒറ്റ മൈൻഡിൽ ഞങ്ങൾ പോകാൻ പ്ലാനിട്ട് എന്തായാലും ട്രക്കും ഞങ്ങൾക്ക് കഴിഞ്ഞ്. പിന്നെ വഴിയില്ലാതെ വേറെ 2 പേരും കൂടി ഞങ്ങളുടെ ഒപ്പം വന്ന് കൂട്ടത്തിലല്ല വഴി അറിയാത്തതുകൊണ്ട്. പിന്നെ ഞങ്ങൾ 6 പേരും അങ്ങനെ ട്രക്ക് ചെയ്ത് ചോദിച്ച് ആ ഒരു വില്ലേജ് എത്തി. കുംജുങ് എന്നാണ് ആ വില്ലേജിൻ്റെ പേര്. ചെറിയൊരു വില്ലേജ്, അതൊരു ടൂറിസ്റ്റ് വില്ലേജും കാര്യങ്ങളൊന്നുമല്ല. അവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന ഈ ഷെർപ്പകളൊക്കെ ഉള്ള ഒരു വില്ലേജാണ് ഈ കുംജുങ് വില്ലേജ്. അവിടെ ഞങ്ങൾ ഇതേപോലെ ചോദിച്ച് ആ മൊണാസ്ട്രി എത്തി. അതൊരു ടൂറിസ്റ്റ് സ്ഥലം അല്ലാത്തതുകൊണ്ടും എൻട്രി ഫീയും കാര്യമൊന്നും ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചില്ല. ശരിക്കും എൻട്രി ഫീ ഒക്കെ ഉള്ളതാണ് ആ മൊണാസ്ട്രിയിൽ, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചില്ല. ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആ മൊണാസ്ട്രി തുറന്നു തന്നു അവിടുത്തെ മോങ്ക്. ആ മോങ്ക് തുറന്നു തന്ന് ആ മൊണാസ്ട്രി കുഞ്ഞു മൊണാസ്ട്രി തന്നെയായിരുന്നു. അതിൻ്റെ അകത്ത് 400 വർഷത്തിന് മേളിൽ പഴക്കമല്ല യതിയുടെ സ്കള്ളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊണാസ്ട്രി അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫുള്ളും പറഞ്ഞു തന്നു. അപ്പോൾ മോങ്ക് ഞങ്ങളോട് പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചാൽ ഈ കുംജുങ് വില്ലേജിൽ 500 വർഷങ്ങൾക്ക് മുന്നേ ഈ യതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ ഹോളിവുഡ് മൂവിയായ ഗോഡ്സില വിസി കോങ്ങിൻ്റെ ഒക്കെ അത്ര വലുപ്പമല്ല സാധനമാണ് യതി എന്നൊക്കെയാണ് ഈ മോങ്ക് പറഞ്ഞത്. അപ്പോൾ ഈ യതി 400-500 വർഷങ്ങൾക്ക് മുന്നേ ഈ വില്ലേജിലൊക്കെ വന്ന് ഈ വില്ലേജിലത്തെ ആൾക്കാരുടെ വെള്ളമൊക്കെ കുടിച്ച് തീർത്ത് വില്ലേജിൽ ആൾക്കാർ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഒരു ദിവസം ആ വില്ലേജിലത്തെ ആൾക്കാരെല്ലാം കൂടി ഈ യതി വന്ന് കുടിക്കുന്ന വെള്ളത്തിൽ ആൽക്കഹോൾ കലർത്തി. ഈ ആൽക്കഹോൾ കലർത്തിയിട്ട് യതി അത് കുടിക്കുകയും പിന്നെ ബോധം കെട്ട് വീണിട്ട് അതിനെ വില്ലേജ് ആൾക്കാർ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അതിൻ്റെ സ്കള്ള് ആ മൊണാസ്ട്രിയിൽ സൂക്ഷിച്ച് വെച്ചേക്കുക. കണ്ട നമുക്ക് യതിനാന്ന് തോന്നുന്നില്ല, എന്നാൽ പോലും തോന്നുകയും ചെയ്യും. പിന്നെ അങ്ങനെ കണ്ട് ആ മോങ്ങിൻ്റെ ഒപ്പം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആ മൊണാസ്ട്രിയൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു. പിന്നെ ഞങ്ങൾ പോകുന്നത് നാംചയിലോട്ട് തന്നെയായിരുന്നു, വേറെ റൂട്ട് കൂടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ആ റൂട്ടൊക്കെ വേറെ തന്നെ അടിപൊളി റൂട്ടായിരുന്നു. ഇതൊന്നും അങ്ങനെ എന്താ പറയുക ഈ സ്ഥിരം വരുന്ന റൂട്ടല്ലാത്തതുകൊണ്ട് തന്നെ പുതിയ വഴികളൊക്കെ കഴിഞ്ഞിട്ട് നല്ല രസം തന്നെയായിരുന്നു ആ റൂട്ടിൽ കൂടെ വരാൻ. അപ്പോൾ ഞങ്ങൾ ഈ വില്ലേജും ഇതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് വെറുത്തായിട്ട് തോന്നി ഞങ്ങൾക്ക് മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ടീം മെമ്പേഴ്സ് ഫുള്ളും ഫ്രണ്ടിലുമായിരുന്നു. ഞങ്ങളങ്ങനെ രാത്രിയൊക്കെ ആയി ലേറ്റൊക്കെ ആയി ചെക്ക് പോസ്റ്റൊക്കെ എത്തി മോഞ്ചോ എത്തി. രാത്രി ഇനി ട്രക്ക് ചെയ്യാൻ പറ്റില്ല, എന്തായാലും ഞങ്ങൾ ടീം മെമ്പേഴ്സ് ഞങ്ങളെക്കാട്ട് 3 മണിക്കൂർ മുന്നേലാണ്. അപ്പോൾ ഞങ്ങൾ മോഞ്ചോ ഞങ്ങൾ സ്റ്റേ അടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കൂടെയുള്ള ടീംമേറ്റ്സ് മൊത്തം പിറ്റേ ദിവസം ഫ്ലൈറ്റ് എടുത്ത് ലുക്ലേയിൽ നിന്ന് കാഠ്മണ്ഡു പോവുകയും ചെയ്ത്. ഞങ്ങൾക്കാണ് ഫ്ലൈറ്റ് മിസ്സാവുകയും ചെയ്ത്. ഞങ്ങൾക്ക് ഇനി ബൈറോഡ് വരെയുള്ള മാത്രമാണ് ഓപ്ഷൻ. പിന്നെ ഞങ്ങളുടെ ഒപ്പമുള്ള കപ്പിളിന് എന്തായാലും അങ്ങോട്ടേക്ക് ഇനി സൂരജും സംയുക്തയ്ക്കും ഫ്ലൈറ്റിൽ വരാൻ പറ്റുള്ളൂ, കാരണം അവർക്ക് ഇനി ഓഫ് റോഡ് തീരെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് അവർ 2 ഫ്ലൈറ്റിൽ പോകാൻ തീരുമാനിച്ച്. ഞാനും നാസിയും ഗൈഡും പിന്നെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിലെ വേറെ 2 പേരും കൂടെ ഓഫ് റോഡ് ഫുൾ ബൈ റോഡ് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ ആ പിറ്റേ ദിവസം ലാസ്റ്റ് ഡേ എന്ന് പറയാം ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ഉച്ച വരെ ഞങ്ങൾ ട്രക്ക് ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് എത്തിയ സ്പോട്ട് എത്തി. അട്ടയൊക്കെ കടിച്ച് ഞങ്ങളുടെ ആ സ്പോട്ട് അവിടെ ലാൻഡ് സൈഡൊക്കെ ക്ലിയർ ചെയ്ത് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി ബാഗൊക്കെ വെച്ച് വണ്ടി കയറി. ഞങ്ങൾ ഉച്ചയൊക്കെ ആകുമ്പോൾ കയറി ലഞ്ചൊക്കെ കഴിച്ച് നേരെ അങ്ങ് വണ്ടി എടുത്ത് പോയി. നൈറ്റ് ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫാഫുൽ വില്ലേജ് എത്തി. പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ വേറെ വണ്ടിയിൽ മാറി കയറുകയും പിറ്റേ ദിവസം വെളുപ്പിന് 7 മണി 8 മണി ആയപ്പോൾ ഞങ്ങൾ എന്തായി കാഠ്മണ്ഡുവിലെത്തി. പിന്നീട് തിരിച്ചെത്തി ഫോണും കാര്യങ്ങൾക്ക് റേഞ്ചൊക്കെ കിട്ടി ഫോണൊക്കെ നോക്കുമായിരുന്നു ഞാൻ. അപ്പോഴായിരുന്നു ഞാൻ എൻ്റെ ഒപ്പം നമ്മൾ ഫസ്റ്റിലെ ഓഫ് റോഡ് പോകുമ്പോൾ കണ്ടൊരു മലയാളി ഉണ്ടായിരുന്നു. മലയാളിയുടെ മെസ്സേജ് കാണുന്നത്.
അയാൾക്ക് ട്രക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹെൽത്ത് ഇഷ്യൂസ് കാരണവും ബാഗിന് അത്രയും ഹെവി കാരണവും ഫണ്ടില്ലാത്തതുകൊണ്ടും അപ്പോൾ അതൊക്കെ വെച്ച് പുള്ളി നിർത്തി പോരുകയാണ് ചെയ്തത്. അവിടുത്തെ ഗവൺമെൻറ് ഇനി സോളോ ട്രക്കിംഗ് ഒന്നും അലൗഡ് ചെയ്യാൻ ഇനി സമ്മതിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുമുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് കുറേ അപകടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാഠ്മണ്ഡുവൊക്കെ എത്തി. ഞങ്ങൾ ടീം മെമ്പേഴ്സൊക്കെ പകുതി പേരൊന്നും തിരിച്ച് നാട്ടിലോട്ട് തന്നെ പോയി, ലൈക്ക് ഇന്ത്യയിലോട്ട്. ഞങ്ങൾക്ക് കാഠ്മണ്ഡു 1 നൈറ്റ് സ്റ്റേയിലുണ്ട്. അവിടുത്തെ ഞങ്ങൾ സ്റ്റേ അടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു, ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ വൈകുന്നേരം ആയപ്പം ഫ്രഷപ്പൊക്കെ ആയി വൈകുന്നേരം സർട്ടിഫിക്കറ്റ് തരുന്നൊരു മീറ്റപ്പ് പോലത്തെ പരിപാടി അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. നാർബിനൊക്കെ ടൈം ആകുമ്പോൾ വന്നും ചെയ്തു. ഇത്ര നേരം ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സിദ്ധാർത്ഥ് ആ നാട്ടിൽ പോവുകയും ചെയ്തു. അവന് നാളെ വരുന്ന സോലുകുമ്പിലായിരുന്നു, ഈ വരുന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ് നടക്കുന്ന സ്ഥലത്ത് തന്നെ. അവൻ കാഠ്മണ്ഡുവിട്ട് വന്നിട്ടുമില്ല. അപ്പം നാർബിനൊക്കെ കണ്ട് ട്രെക്കിങ് ഒക്കെ അടിപൊളിയായെന്നൊക്കെ പറഞ്ഞ് പിന്നെ വൈകുന്നേരം നമ്മുടെ സർട്ടിഫിക്കറ്റ് വിതരണം പരിപാടി നടത്തുമായിരുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണത്തിന് മെയിനായിട്ട് വരുന്നത് ഇന്ത്യയിൽ നിന്നല്ല മിലിറ്ററിക്കാർ തന്നെയായിരുന്നു. മേജർ ഒരു പദവിയിലല്ല കുറച്ച് ആർമിക്കാർ തന്നെയായിരുന്നു വരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലെ ആർമിക്കാരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ വൈകുന്നേരമൊക്കെ സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ തന്ന് എൻ്റെ പേരും ലൈക്ക് കേരളത്തിലാണ് വന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നൊക്കെ ചെയ്ത ശേഷം പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങൾ ഇന്ത്യയിലോട്ട് പോകാൻ പ്ലാൻ വിട്ട്. സന്നിഗ്ധയും സൂരജും കുറച്ച് നാളും കൂടി നേപ്പാളിൽ തന്നെ നിന്ന് നേപ്പാളിൽ എക്സ്പ്ലോർ ചെയ്യാൻ അവരുടെ പ്ലാന്. ഞാനും നാസിയും ചേച്ചി ഇന്ത്യയിലോട്ടും. അങ്ങനെ ഞാനും നാസിയും ബോർഡറിൽ നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറി നേരെ ഇന്ത്യയിലോട്ട് കയറി, സോനോളി ബോർഡറിലോട്ട്, ഗോരഖ്പൂരിലോട്ട്. ഡൽഹിയിൽ നിന്ന് നാട്ടിലോട്ട് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിത്ത് ഒരു 2 മാസം മുന്നേയൊക്കെ ആയിരുന്നു എയർ ഇന്ത്യ ക്രാഷ് ആയിരുന്നു. എയർ ഇന്ത്യ ക്രാഷ് ആയതുകൊണ്ടും ഓഫ് സീസൺ ആയതുകൊണ്ടൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ നിന്ന് കാലിക്കറ്റ് വരെ വരും 4000 രൂപയ്ക്ക് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. ഞാനത് ബുക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലോട്ട് വരുന്ന ഞങ്ങളുടെ അടുത്ത യാത്ര. ഞങ്ങൾ ഡൽഹിയിൽ എത്തിയത് വ്യാഴാഴ്ച മോർണിംഗ് ആയിരുന്നു. നാട്ടിലോട്ട് ഫ്ലൈറ്റിൽ കയറി ഡൽഹിയിൽ നിന്ന് നാട്ടിലോട്ട്. പിന്നെ നാട്ടിലെത്തി പപ്പ എന്നെ കൂട്ടാൻ വന്ന് എയർപോർട്ടിൽ. പിന്നെ നാട്ടിൽ പപ്പ ചെറിയ രീതിയിൽ എനിക്കൊരു സ്വീകരണം സെറ്റപ്പ് ചെയ്തിട്ടായിരുന്നു. പപ്പയുടെ ഒരു ARDC ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഇതിൽ പേരിൽ ചെറിയൊരു സ്വീകരണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയല്ല അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്നു എനിക്ക് ആ സ്വീകരണം തരുന്നത്. ഒരു മൊമെൻറ്റോയും പിന്നെ പൊന്നാടയൊക്കെ ഇടിക്കലൊക്കെ ഒരു ചെറിയ പരിപാടി തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ സ്കൂളിലത്തെ ടീച്ചർമാരും പ്രിൻസിപ്പളും പള്ളിയിലെ വികാരി അച്ഛനും പപ്പയും അമ്മയൊക്കെ വന്ന് ചെറിയ രീതിയിലാണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ടൊരു സ്വീകരണം എനിക്ക് തന്നുകയും ചെയ്തു. നല്ലൊരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയായിരുന്നു എനിക്കത്. ഇത്ര നാൾ പപ്പ അമ്മയ്ക്കാണെങ്കിൽ പോലും എനിക്ക് ആ ടൈമിൽ ഓർത്തതിൻ്റെ പണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ പോലും മടിച്ചിരുന്നവരായിരുന്നു ഈ പപ്പ അമ്മയൊക്കെ. അവരൊക്കെ ഇപ്പം തന്നെ നല്ലപോലെ സപ്പോർട്ട് വരെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചെറു പ്രായത്താണെങ്കിൽ പോലും ലൈക്ക് 17-ാം വയസ്സിലാണ് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് സബ്മിറ്റ് അടിക്കുന്നതും. ആ ഒരു പ്രായത്തിൽ ഇത്രയൊക്കെ നേടാൻ പറ്റിയ ആവശ്യം തന്നെ ഭയങ്കര സന്തോഷം തന്നൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ ട്രക്കൊക്കെ കഴിഞ്ഞ് ഫുൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നാട്ടിലൊക്കെ എത്തി ബാക്ക് ടു സ്കൂൾ തന്നെയായിരുന്നു ഒരു 3 മാസത്തോളം, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. പിന്നീടാണ് എനിക്കൊരു അവസരം കിട്ടിയത്. ഐറ്റിനറീസ് ഞാൻ കമ്പനിയുടെ ഒപ്പം കേദാർകന്ദയിലോട്ട് ഗൈഡായിട്ട് പോകാമെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു. ഞാൻ ഒറ്റയടിക്ക് റെഡിയെന്നും പറഞ്ഞ്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ 15 പേരെയും കൊണ്ട് കേരളത്തിൽ നിന്ന് കേദാർകന്ദ മൗണ്ടൈൻ കയറാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയി. ഞാനും ഫസ്റ്റ് ടൈം ആയിരുന്നു ആ കേദാർകന്ദ മൗണ്ടൈൻ ട്രക്ക് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ 15 പേരും കൊണ്ട് ട്രക്കിങ്ങിന് പോയത്, കേദാർകന്ദ ചെയ്യുന്നത്. എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യുക എന്നാണ്. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുമുണ്ട്. ഒരു ദിവസം അത് ഞാൻ സബ്മിറ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.